ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കണതേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർ കൊമ്പൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ടൊരു രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ എല്ലാ ചാനലിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു. ഞാനൊരു വൈകുന്നേരം വരെയൊക്കെ നിന്നു. അത് തിരികെ പോകാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പോട്ടെ, ഇവരുടെ കയ്യിൽ പെടാതെ അത് പോട്ടെ എന്ന് തോന്നി. പക്ഷേ അത് ക്യാമറയിൽ നിന്ന് മാറുന്ന സ്ഥലത്ത് നിന്ന് കല്ലെറിഞ്ഞ് ബഹളം വെച്ചിട്ട് തന്നെ തിരികെ കൊണ്ടുവന്ന് അവർക്ക് മിഷൻ നടത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് 5:30 ഞാൻ ടി വി കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞാൻ ടി വി ഓഫ് ചെയ്തിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ രാത്രിയാണ് വരുന്നത്. 5:30 കൂടി അതിനെ മയക്കുവെടി 2 മയക്കുവെടി വെച്ചിട്ട് അതിനെ കൊണ്ടുപോകുന്നു. വണ്ടി കയറ്റുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചമൊന്നുമില്ല. അപ്പം ഞാൻ വീട്ടിൽ യാദൃശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രാത്രി ഇതുപോലത്തെ മിഷനൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും രാത്രിയോടടുപ്പിച്ചാണ് ഇവർ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് പോണത്. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പോലും എങ്ങും പതിയാതിരിക്കാനുള്ള ഒരു കളി നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് വെറുതെ എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു. അതിനെ കാട്ടിലേക്ക് വിടാൻ പോയാണല്ലോ, ഇവർ കൊണ്ടു നടന്നിട്ട് കൊല്ലാക്കൊല ചെയ്യില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ പോയി കിടന്നുറങ്ങി. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കാക്കുന്നത് എൻ്റെ മരണമായിരുന്നു. മുമ്പ് നമ്മളൊരു അരിക്കൊമ്പൻ്റെ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു കരടീൻ്റെ ഉണ്ടായിരുന്നു. മയക്കുവെടിക്ക് ശേഷം കരടി മരിച്ചു. പിന്നെ ഒരു പുലി ഉണ്ടായിരുന്നു, പുലി മരിച്ചു. പിന്നെ ആന കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് കുപ്പിപ്പാലൊക്കെ കൊടുത്തിട്ട് കൊണ്ടുനടന്നിട്ട് അത് മരിക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും പറയും ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ വീഴ്ച പറ്റി, അതല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്ക്, ഇങ്ങനെ കാര്യങ്ങൾ എഴുതിയിട്ട് ചുരുക്കി കളയും. അതായത് ആ വാർത്തയുടെ പ്രാധാന്യം അങ്ങ് ചുരുക്കും. 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മറക്കുമല്ലോ. പിന്നെ ഇവർക്ക് വേണ്ടി ചോദിക്കാൻ ആരും വരില്ലല്ലോ. സാധാരണക്കാരെ പോലെ തന്നെയല്ലേ ഈ മൃഗങ്ങൾ. സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 2-3 ദിവസത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഹാഷ്ടാഗുകൾ വരും. അത് കഴിയുമ്പോൾ എല്ലാവരും ഇതങ്ങ് മറക്കും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇങ്ങനെ അങ്ങ് മാഞ്ഞു പോകും. പക്ഷേ ഞാൻ ചോദിക്കാൻ പോകുന്നൊരു കാര്യം അതല്ല. ഇന്നലെ ഈ സമയത്ത് നല്ല ആരോഗ്യത്തോടു കൂടി നമ്മളെയൊക്കെ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്ന ഒരു ആന, ഇവർ 2 മയക്കുമൊഴി വെച്ച് മണിക്കൂറുകൾക്കൊക്കെ അത് ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലല്ലേ ഇനി വീഴ്ച ഉണ്ടാവുക. യാതൊരുവിധ പ്രകോപനം ഉണ്ടാക്കാണ്ട് അത് നിൽക്കുകയായിരുന്നു അവിടെ. നമ്മളൊക്കെ കണ്ടതാണ്. ആരെങ്കിലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അത് തിരിഞ്ഞ് മറഞ്ഞ് മാറി നിന്നിട്ടൊക്കെ അത് ശ്രമങ്ങൾ നടത്തണുണ്ട്. പക്ഷേ ഒരു മൃഗമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബഹളമൊക്കെ കേൾക്കുമ്പോൾ അതിന് ഏകദേശം മനസ്സിലാവും ഞാൻ ട്രാപ്പഡാണെന്നൊക്കെ മനസ്സിലാവും. എന്നിട്ടും അതിന് അവർ ആവശ്യപ്പെടുന്ന, അതായത് അവരുടെ മിഷൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് ചറ വെടിവെച്ചിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊണ്ടേ പോകൂ എന്നൊരു, അതായത് 2 കുങ്കിയാനകളുണ്ട്. അനിക്കൊമ്പൻ്റെ മെഷീനിൽ തന്നെ ഞാൻ എൻ്റെ പേര് കേൾക്കുമ്പോൾ അന്നോട്ട് ഞാൻ പറയില്ല, സർക്കാർ ഉദ്യോഗസ്ഥ സ്വഭാവമാണ് ഈ ആനകൾക്ക്, ഈ കുങ്കിയാനകൾക്ക്. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചേ അടങ്ങൂ, ഞങ്ങൾ ഗർവ് ഞങ്ങൾ കാണിച്ചേ അടങ്ങൂ എന്നുള്ള രൂപത്തിൽ വരുന്ന 2-3 കുങ്കിയാനകളെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് വന്ന് വലിച്ചഴച്ച് ഇനി എന്ത് സംഭവിച്ചിട്ടാലും പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ടേ അടങ്ങത്തോളും. ഇവർക്കും ജയിക്കണമായിരുന്നു. ഞങ്ങളിവിടെ വൈകുന്നേരം വരെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെടിവെക്കും. അരിക്കൊമ്പൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് വെടിവെക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇന്നൊരു ജീവൻ പോയപ്പോൾ ഈ പറയുന്ന ആരെയും കാണുന്നില്ല. ഒരു വീഴ്ച അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് പറയണത്. അരിക്കൊമ്പനെ നമ്മൾ കണ്ടുപോയപ്പോൾ കണ്ടതാണ്, മുഖത്തൊക്കെ ഒരു തുണിയൊക്കെ വെച്ചിട്ട്, അതായത് കണ്ണിൽ വെട്ടമടിച്ച പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ്, ശരീരത്തിൽ ചൂട് കയറിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കൊണ്ടുപോയപ്പോൾ അത്ര ആഡംബരം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നു കണ്ണിൽ തുണിയിടാത്ത വീഴ്ച പറ്റി, വെള്ളം കിട്ടിയിട്ടില്ല, ശരീരത്തിൽ ചൂട് കയറിയിട്ടുണ്ടാവും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും ചൂടുള്ള ഈ സമയത്ത് അത്രയും എഫക്റ്റോടൊരു മരുന്ന് കയറിയിട്ട് വെള്ളം കിട്ടാതെയാണ് മരിച്ചിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ എന്തുമാത്രം അത് വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു നാക്കെടുത്തതിന് പറയാനറിയാത്തതുകൊണ്ടല്ലേ. അതിന് എത്രത്തോളം അതിങ്ങനെ ആ നമ്മളെ ശരീരത്തിൽ മയക്കുവെടി വെക്കുമ്പോൾ നമ്മൾ ദുർബലരാകുമല്ലോ. അതിനൊന്നും പറയാൻ പറ്റാണ്ട്, ഒരു ആക്ഷൻ പോലും അതിന് കാണിക്കാൻ പറ്റാണ്ട് എത്രത്തോളം അത് വെപ്രാളപ്പെട്ടിട്ടുണ്ടാവും അതിനെ ഈ കൊണ്ടുപോകുന്ന സമയത്ത്. മനസ്സുകൊണ്ടും അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. കാരണം അതിനിങ്ങനെ പിടിച്ച് കൊണ്ടുപോയാണെന്ന് അതിനറിയാമല്ലോ. അപ്പോൾ മയക്കത്തിലും എത്രത്തോളം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ ജീവി മരിച്ചത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പറയുമ്പോൾ തന്നെ എനിക്ക് കണ്ണു നിറഞ്ഞു വരുന്നുണ്ട്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഇടയ്ക്കൊക്കെ വന്യമൃഗങ്ങൾ എഴുതി അക്രമം ഉണ്ടായിട്ട് ആളുകൾക്ക് മരിക്കുന്നുണ്ട്, കൃഷി നശിക്കുന്നുണ്ട്, അങ്ങനെ സംഭവങ്ങൾ ഇപ്പോൾ തുടരെ സംഭവിക്കുമ്പോൾ ഇതിനൊക്കെ നഷ്ടപരിഹാരം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് നേരെ ഇതുപോലെ ആയുധമൊക്കെ എടുത്തിട്ടോ കൊല്ലാക്കൊല ചെയ്തിട്ടോ ഒക്കെയാണ് ഇത് തീർക്കാൻ ആഗ്രഹിക്കേണ്ടത്. ഇതിങ്ങനെ തുടരാനാണോ തീരുമാനം? ലോകത്തെമ്പാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പോലെ ഇപ്പം ഇങ്ങനെ തുടരെ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്തും കാണുന്നില്ല. തെരുവുനായ്ശല്യം എന്ന് പറയുന്ന വേറെ നാടുകളിലൊക്കെ ഉണ്ട് തെരുവ് നായ്ക്കൾ. പക്ഷേ അവിടെ ഒന്നും ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണില്ല. ഇവിടെ മാത്രം എന്തെങ്കിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. ഇതിലേക്കൂടെ ഏതും പിടിപാടും കാശും ഉള്ളവർക്ക് മാത്രം എന്ത് കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്.
ഞാനെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് വെറ്റിനറി ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്ന ഒരു 10ഓളം പൂച്ചക്കുട്ടികളെ ഞാൻ അതുങ്ങൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് മരുന്നും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ദിവസങ്ങൾക്കകം അതൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഒന്നുപോലും എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. അവസാനമായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ കുഞ്ഞുവാവിച്ചിയെ നടന്നങ്ങോട്ട് പോയി പൂച്ചക്കുട്ടിയാണ് ഡോക്ടർ വീട്ടിൽ വരുമ്പോഴും അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കയ്യിലേക്ക് കൊടുക്കണു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, വീണ്ടും ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിന് ഇച്ചിരി വീക്കാണ്, ആളെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് വീണ്ടും ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുത്തിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നേരെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അതിന് ജീവനില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് നടന്നു പോയതല്ലേ എൻ്റെ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ ആ കൈ പിടിച്ചുകൊണ്ടിരുന്ന് ഞാൻ കരഞ്ഞു. അപ്പോൾ അത് അറ്റാക്കാണ്. ഇനി ഇതിൻ്റെ എഴുതി വിടും എക്സ്പ്ലനേഷൻ. തണ്ണീർക്കൊമ്പനും അറ്റാക്കാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ വീഴ്ച പറ്റി. ഇത്രേ ഉള്ളൂ ഒരു ജീവൻ്റെ വില ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. ഇനി കടിച്ച് കീറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ എൻ്റേതായ പൊടിക്കൈകൾ പ്രയോഗിച്ചു. എൻ്റേതായ രൂപത്തിൽ ഞാൻ മരുന്ന് കൊടുത്തുകൊണ്ട് ഇപ്പോഴും എനിക്കുള്ളത് ജീവനോടിരിക്കണം. ഇത് തന്നെ ഞാൻ പലരോടും പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ വീട്ടിലെ കോഴികളെയൊക്കെ ഇതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നിനെയും കൊണ്ടുപോയി കാണിക്കണില്ല. എന്ത് പഠിച്ചിട്ടാണ് ഇവരൊക്കെ കയറി ഇനി ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. നാക്കെടുക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് അതിന് പറയാനറിയില്ലല്ലോ. ഇന്ന പോലെ എനിക്ക് പെയിൻ വരുന്നു, ഇന്ന പോലാണ് പ്രശ്നമൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങ് പോകുക എന്നുള്ളത്. രക്ഷപ്പെട്ടു, അതിൻ്റെ ഭാഗ്യം കൊണ്ടില്ലെങ്കിൽ പോയി. അവർ പറയുന്ന എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടുകൊണ്ടേ നിൽക്കുക. ഏതൊരു ഗവൺമെൻറ് കാര്യം എടുത്താൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ തിരിച്ചെന്തെങ്കിലും ചോദിക്കുക എന്തെങ്കിലും കഴിഞ്ഞാൽ അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് അറിയാമോ, ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുകയാണെന്നുള്ള ഡയലോഗ് അടിക്കും. ഒരു കാര്യം പോലും കൃത്യമായിട്ട് സമയത്തൊന്നും ആരും ചെയ്തു തരില്ല. പൊതുജനങ്ങൾക്ക് മേലെ എന്തും അവർക്ക് കാണിക്കാമെന്നുള്ളൊരു അഹങ്കാരം. എന്തെങ്കിലും തെറ്റായി കഴിഞ്ഞാൽ തന്നെ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ഇത് രണ്ടും കേസായിട്ട് വരുമ്പോൾ നീട്ടിക്കൊണ്ട് പോകാൻ അവർക്കറിയാം. ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ളത്. എന്ന് തന്നെ ഇങ്ങനെ കയറി വന്യമൃഗങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കാര്യമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമായ ആവാസ വ്യവസ്ഥ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമില്ലേ ജീവിക്കാൻ? ഇന്നൊരു തണ്ണീർക്കൊമ്പൻ പോയി, മുമ്പ് കരടി പോയി, ആനക്കുട്ടി പോയി, ഇതുപോലെ ഓരോ ദിവസവും ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓരോന്ന് പ്രകൃതിയുടെ ജീവജാലങ്ങൾ അവകാശികൾ മരിക്കുമ്പോൾ തിരിച്ചൊന്ന് ഈ പ്രകൃതിയും ഈ ഭൂമിയും കൂടെ തിരിച്ചടിക്കാനൊന്ന് തുടങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് മാത്രമല്ലല്ലോ ഇവിടെ അവകാശമുള്ളത്, എല്ലാത്തിനും ജീവിക്കാൻ അവകാശമില്ലേ? ഞാനിപ്പോൾ ആലോചിച്ച് നോക്കും, ആന നമ്മൾ തന്നെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ അതുപോലൊരു വെയിലത്ത് നിന്നിട്ട് വെള്ളം കുടിക്കാന്നില്ല, മയക്കൂടി ഒന്നുമില്ല. നമ്മുടെ ശരീരം ഈ സമയത്ത് എത്രത്തോളം സഫർ ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം അത് സഫർ ചെയ്തിട്ടാവും ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാവുക, എത്രത്തോളം അത് വേദനിച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ ഇനി എന്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞാലും എനിക്കൊന്നും എൻ്റെ മനസ്സിലെ ആ വേദനയൊന്നും മാറില്ല. എല്ലാ കാലത്തും അതിങ്ങനെ തന്നെ ഉണ്ടാവും. ഇനിയും നാളെയും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്യും. അത് ഇറങ്ങി വരാതിരിക്കാനുള്ള വഴികൾ നോക്കുക. എല്ലാവർക്കും സുരക്ഷ ഒരുക്കേണ്ടതല്ലേ ഈ നാട്ടിൽ? നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കിയോ അല്ലെങ്കിൽ ആൾക്കാരെ കുറച്ച് മറന്നു പോകുമ്പോൾ അതിനെ അങ്ങ് മാറ്റി നിർത്തിയോ അല്ലല്ലോ ചെയ്യേണ്ടത്. ഭയങ്കര വിഷമം എനിക്ക് തോന്നി കേട്ടോ. എത്ര പേർക്ക് വിഷമം തോന്നുന്നു എനിക്കറിയില്ല. നമ്മളെപ്പോലെ തന്നെയുള്ളൊരു ജീവനാണ്. അങ്ങനെയാണ് ഞാൻ ഓരോന്നിനെയും വിശ്വസിക്കുന്നത്. ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. കണ്ണീരൊക്കെ വരുന്നു. ഇന്നലെ ഈ സമയത്തും ഞാൻ ഈ സംസാരിക്കണ ഈ സമയത്തും ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല ആരോഗ്യവാനായിട്ട് ആരൊക്കെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ 1-2 വാഴ നടന്നു പോയ വഴിക്ക് നശിച്ചിട്ടുണ്ടാവും, അതൊക്കെ മാത്രം ചെയ്തിട്ട് അവിടെ നിൽക്കലുണ്ടായിരുന്നു. അത് ഇന്ന് ഈ സമയത്ത് ഞാനിത് സംസാരിക്കുമ്പോൾ അതില്ല. ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാരണം അവർ സേഫ് സോണിലായി നിൽക്കത്തക്ക ഒരു കാരണം കണ്ടെത്തും. അതൊന്നും നമുക്കറിയണ്ട. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ഒരു ശരീരത്തിന് അത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. നല്ല ആരോഗ്യത്തോട് നിന്ന ഒരാൾ ഒരു ഇഞ്ചക്ഷനോ ഒരു മരുന്നോ എടുത്തപ്പോൾ ആശുപത്രിയിലോട്ട് നടന്നു പോയ ഒരാൾ തിരിച്ച് ബോഡിയായിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ അത് എവിടുത്തെ വീഴ്ച കൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന്. ഇനി എന്ത് കാരണം പറഞ്ഞാലും ശരി. ഈ അടുത്തിടെയായിട്ട് ഈ ആരോഗ്യരംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിയമമൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും അവർ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആരുടെ ശ്രദ്ധയിലേക്ക് വല്ല മരുന്ന് മാറി കുത്തിവെച്ചിട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉപകരണം മറന്നു വെച്ചിട്ട് എന്തെല്ലാം രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും തുല്യമായ നീതി നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നടപ്പിലാക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മനുഷ്യരുടെ കാര്യത്തിൽ, സാധാരണ മനുഷ്യരുടെ കാര്യത്തിലാവട്ടെ മൃഗങ്ങളുടെ കാര്യത്തിലാവട്ടെ എല്ലാം ഇപ്പം ചോദിക്കാൻ ആരും വരില്ലെന്നുണ്ടെങ്കിൽ എന്തും ആവാമെന്നുള്ള രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെല്ലാം ആയിക്കൊണ്ടേയിരിക്കുന്നത്. പണ്ട് CCTVയോ ഇത്ര പുരോഗമനമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് വായിക്കാനോ പറയാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിക്രമങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരനെ ഞാൻ വിശ്വസിക്കുന്നത്.